ലീല ടിപ്സ് ആൻഡ് ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏതായാലും നല്ല പണിയുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന ഏത്തക്ക എല്ലാം ഇന്ന് റെഡിയാക്കണം. ചേട്ടാച്ചൻ ഇന്ന് നിന്നെ സഹായിക്കാനില്ല, ചേട്ടാച്ചന് പഠിക്കാനുണ്ട്. അപ്പോൾ രാവിലെ അമ്മ തോട്ടത്തിലോട്ട് പണിക്കാരുടെ കൂടെ പോയതുകൊണ്ട് മിറ്റം മുതൽ തൂക്കണം കേട്ടോ. ഞാൻ അത്രയും തൂത്ത് വെച്ചേക്കുക. കുറേ തൂത്തല്ലേ? അത് കൊള്ളാം. പകുതി വരെ ആക്കി, അവിടം വരെ ആക്കി. ഇനി ബാക്കി കൂടെ തൂക്കാനുണ്ട്. എന്നാൽ പോയി ഒരു കാര്യം ചെയ്യേ, ബാക്കി കൂടെ തൂത്ത് റെഡി ആയിരിക്കും. നമുക്കേ ഈ വലിയ മുറ്റമുള്ള വീടൊക്കെ വിട്ടിട്ട് ഏതേലും ചെറിയ ഫ്ലാറ്റിലോ അങ്ങനെ മിറ്റമൊന്നും ഇല്ലാത്തവരുടെ പോയി താമസിക്കുക. അങ്ങനെ മിറ്റം തൂക്കുന്നത് അത്ര പാടല്ലേ? പിന്നെ ഒരു ദിവസം തൂത്തപ്പോ തന്നെ ഇപ്പം കാൽസ്യവും വൈറ്റമിൻ ഡി ഒക്കെ കുറവാന്ന് പറഞ്ഞു. നടുവിനും കൈക്കും കാലിനും ഒക്കെ വേദനയാണ്. അതുമല്ല, ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളുള്ളതുകൊണ്ടേ ഈ എല്ലാ ദിവസവും ഈ ഇല വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പം എല്ലാ ദിവസവും തൂക്കുന്ന അമ്മയും അച്ഛമ്മയൊക്കെ എന്നാ ചെയ്യും? സമ്മതിക്കണം. അതെല്ലേ, ഇത്രയും തൂത്ത് കൂട്ടി ഇവിടെ മുഴുവൻ. അവിടുന്ന് പോലെ മൊത്തം ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. എന്നാ തൂത്തോ, അച്ഛമ്മ അവിടെ വേറെ പണിയാ. നമ്മളെ ലോഡ് വന്നിട്ടുണ്ട്, ലോഡെല്ലാം ഇറക്കി വെച്ചോ കേട്ടോ. നല്ല ഒന്നാന്തരം വാഴക്കൊല, വിളഞ്ഞ് പഴുത്ത സാധനമാണ്. പഴുത്തത് വേണ്ടായിരുന്നല്ലോ, പച്ച മതിയായിരുന്നു. പഴുത്ത വേണ്ടായിരുന്നു, പച്ചയായിട്ട് കിട്ടിയില്ല. വെട്ടി വന്നപ്പം പഴുത്തം കൂടെ കൂട്ടിയാ കിട്ടിയത്. ശരി, അതുപോലെ നമുക്ക് സാധനം ഉണ്ടാക്കാനായിട്ട് നല്ല വിളഞ്ഞ കൊലയാ. ഒരെണ്ണമുണ്ട്, അതുകൂടെ ഇറക്കൂ. അത് വേണ്ടേ? അത് ഇറക്കൂ. രാവിലെ തെങ്ങ വന്നിരുന്ന് അണ്ണാൻ ഇരുന്ന് ചിലയ്ക്കുന്നുണ്ട്. വെയിലൊക്കെ ആയപ്പോഴത്തേക്കിനും എന്തോ കലാപരിപാടികളൊക്കെയാണ്. രാവിലെ കൂട്ടിന്ന് ചാടിയതാ. ഇത്രയും വാഴക്കായ പൊളിച്ചുള്ളൂ, ഇനിയും പൊളിക്കാൻ. അത് വെള്ളത്തിൽ കിടക്കുന്നു. ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് കഴുകി തുടച്ചു വെച്ചതാണ്. ഇന്നിപ്പം ആള് കുറവായതുകൊണ്ട്, അവളും കൂടി ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പണിയായിരുന്നു. ഇതിപ്പോ ഞാൻ തന്നെ വേണ്ട, ഈ കിടക്കുന്ന വാഴക്കൊല എല്ലാം ഇനിയും പൊളിക്കണം. അത് വെള്ളത്തിൽ കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ മിറ്റമെല്ലാം തൂത്തിട്ട് വരാം, എന്നിട്ട് അച്ഛമ്മയെ ഒന്ന് സഹായിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹായമൊക്കെ പറഞ്ഞ എന്നാന്നറിയത്തില്ല. ഇതെല്ലാം കൂടി ഇനിയിപ്പോ ഇത് കൊറേ ഇത് ഉണങ്ങാനുള്ളതാ ഇപ്പം അരിയുന്നത്. ഇനി കുറച്ച് ശർക്കര വരട്ടിക്കുള്ളത് ഉപ്പേരിക്കുള്ളതും കിടക്കുന്നത്. കിട്ടിയതെല്ലാം നല്ല എന്നോട് വെട്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാഴ്ച കഴിയട്ടെന്ന് പറഞ്ഞു. നല്ല കായ അല്ലേ? നല്ലപോലെ വിളഞ്ഞ കലയാ. എങ്ങനെയുണ്ട് കുഞ്ഞി, തീരാറായോ? ആയി വരുന്നു. ഇത് അമ്പിളി ഗിഫ്റ്റ് തന്ന ചെടിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ തണുപ്പത്തോട്ട് വന്നപ്പോഴത്തേക്കും ചെടി ഒന്നുകൂടെ ഒന്ന് ഉഷാറായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ചെടികളാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ കരികലയെല്ലാം ഇങ്ങനെ വാരി പറമ്പിൽ കൂടി ഇടുന്നതുകൊണ്ടുണ്ടല്ലോ, ഇതെല്ലാം നല്ല ജൈവ വളമാണ്. ഏലത്തിനൊക്കെ നല്ല ഇത് കരികല ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ചുവട്ടിലൊക്കെ നല്ലപോലെ വെള്ളം നിൽക്കും, തണുപ്പ് നിൽക്കും. അതെല്ലാം സ്ഥിരമായിട്ട് വാരി ഇതിൻ്റെ ചുവട്ടിൽ കൂടി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചെടിയൊക്കെ ഈ സമയത്താണ് കേട്ടോ പൂക്കളാകുന്നത്. ശരിക്കും ചട്ടിക്കകത്ത് വെക്കാവുന്ന ചെടികളാണ്. ഇതൊക്കെ നിലത്തൂടെ വെച്ചേക്കുന്നത്. നല്ല രസമാണ്, നല്ല പൂവാണ് കാണുന്നത്. അച്ഛേ കൊറേ പേരയ്ക്കതേ പഴുത്ത് നിൽപ്പുണ്ടല്ലോ. പേരക്ക ആ പേരയിലും ഈ പേരയിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്കേ കുറേ എണ്ണം കിളികളും അണ്ണാനും ഒക്കെ തിന്നുന്നുണ്ട്. ബാക്കി നമുക്കും പഴുത്തമൊക്കെ പറിക്കാം. അവർക്കും വല്ലതും വേണ്ടേ? അതെ അതെ. മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞു. ഇനി എന്നാ ചമ്മച്ചി പണി? ഇനി മിറ്റം എല്ലാം മൊത്തം തൂത്തോ? എന്നാ ഒരു കാര്യം ചെയ്യ, ഇനി അച്ചമ്മച്ചി ഇന്നലെ വൈകിട്ട് വല കഴുകിയിട്ടതാ. ഇത് നിരത്താനുള്ളതാ വല കഴുകിയിട്ടേക്കുന്നത്. അതിനകത്ത് ആ വല എടുത്തുകൊണ്ട് പോയി ആ വെയിലുള്ളിടത്തോട്ട് ഇടണം. ഇട്ടിട്ട് ഇത് കുറേശ്ശെ കൊണ്ടുപോയി അങ്ങ് നിരത്തിക്കും. ഇത് കുറേശ്ശെ വാരിക്കൊണ്ട് പോകണം. ഒരു ബേസനോ വല്ലതും എടുത്തോണ്ട് വന്ന്. ഉണ്ട്. കുഞ്ഞിക്കൊരു കാര്യമുണ്ട്, ഇനി 3-4 ദിവസത്തേന് ക്ലാസ് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ കുഞ്ഞി എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ആളുണ്ടെന്ന്. ഇപ്പൊ അതെ അതെ, ഞാൻ തന്നെയുള്ളല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. ചേട്ടാച്ചൻ എന്ത് ചെയ്യും? ചേട്ടാച്ചനകത്തുണ്ട്, പഠിക്കുക. ചേട്ടാച്ചന് പരീക്ഷ നാളെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? കവാത്തൊക്കെ തീർന്നോ? തീർന്നില്ല, പകുതിയായി. പകുതി കൂടി എടുക്കണം. വിശക്കുന്നുണ്ടായിരുന്നില്ലേ? പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പറമ്പിൽ പോകുമ്പം 10 മണിക്ക് കൊണ്ടുപോകുന്ന ചോറ് കഴിക്കും. ഉച്ചയ്ക്ക് കടുങ്കാപ്പിയും എന്തെങ്കിലും കടിയും, ഇന്ന് ബോണ്ടായിരുന്നു, അങ്ങനെ കഴിക്കും. അപ്പോൾ പിന്നെ വൈകുന്നേരം കവാത്തൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വിശക്കും.
കൊറേ പണിയുണ്ടോ? പിന്നെ ഇത് മുഴുവൻ വെയിലായോണ്ട് ഉണങ്ങി നിൽക്കുമല്ലേ, അപ്പം എല്ലാം ക്ലീൻ ചെയ്യണ്ടേ. ഇനിയിപ്പം കഴിച്ചിട്ട് അച്ചമ്മച്ചിയുടെ കൊടുത്ത് ഇത് വറക്കാൻ കൂടണ്ടേ. എന്നാ പണിയായിരുന്നു? ഇന്ന് കൊറേ പരിപാടി ഉണ്ടായിരുന്നു. തൂത്തു. എവിടെ വിറ്റോ? പിന്നെ പിന്നെ ഇതൊക്കെ നിരത്തി. എന്നാ ഇനി കുറച്ചുകൂടെ പണി തരാം. പൊളിക്കാൻ കുടിക്കോ? എളുപ്പമാടാ പൊളിക്കാനത്. പൊടി വെയിലത്ത് വെച്ചത് പൊടിക്കുള്ളത് കാണുമായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഇരിക്കുന്ന നമുക്ക് ഇത്ര വിലയുണ്ട്, 3 എണ്ണം ഉണ്ടല്ലേ? ഈ 3 ഒരെണ്ണം 1.5 എണ്ണം പൊളിച്ചു. അതിന് നമുക്കെന്നാ ഉപ്പേരി ശർക്കര വരട്ടി ഉണ്ടാക്കാം. ഒരെണ്ണം വേണേ പോപ്പിക്ക് കൊടുക്കാം പഴുപ്പിക്കാൻ. വേണോ പോപ്പി? പോപ്പി മാത്രമൊന്നും അല്ലേ, ഞങ്ങളൊക്കെ തിന്നും. ഏത്തക്ക പഴുപ്പിക്കാൻ വേണോ? നീ ഇവർക്കാർക്കും വേണ്ടായിരിക്കും പോപ്പി, ഞാൻ തിന്നും. പഴം ഇരിപ്പുണ്ടോ മേടിച്ചത്? അത് കുഴപ്പമില്ല. ഇത് പഴുക്ക് ഒരു 3-4 ദിവസം കൊണ്ട് എടുക്കുമല്ലോ മൊത്തം പഴുത്ത് തരണമെങ്കിൽ. അത് കുറച്ചല്ലേ ഇരിപ്പുള്ളൂ. ഇന്നത്തെ ഫുള്ള് പണി എന്നുകൊണ്ട് തീരുകയല്ലോ. നമ്മുടെ കായെല്ലാം പൊളിച്ച് ഇപ്പം 2 ട്രിപ്പ് വറുത്ത് കോരി. 3ാമത്തെ ട്രിപ്പായിരുന്നേ. 3 കോരി. 3 കോരി. 4ാമത്തെ ട്രിപ്പ്. 4ാമത്തെയാണ് ഇപ്പോൾ ഇടുന്നത്. ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് ഞങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ചു. കാരണം ഇന്ന് കാ വറുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു സമയമാകും. അപ്പോൾ പിന്നെ ശർക്കര വരട്ടി ഇനി നാളെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇത് പകലൊന്നും കൊച്ചില്ലായിരുന്നോണ്ടേ ഞാൻ തന്നെ എല്ലാം കൂടെ മതിയായിരിക്കും അല്ലേ? വേണ്ട പോണ്ട പോരാ. അതുപോലെ തന്നെ ഒരെണ്ണോടി വാങ്ങിക്കണത് നല്ലതാണ്. ഇത് കൂടെ 1-2 കൂടെ മേടിക്കാം. അതെ, അറിയത്തില്ലാത്തതുകൊണ്ട് ഒരെണ്ണം മേടിച്ചോണ്ട് പോകുന്നത്. ഇപ്പോൾ അരിഞ്ഞപ്പോൾ കുഴപ്പമില്ല, നല്ലത്. എന്നാ അമ്മ പരിപാടി? വഴുതനങ്ങയൊക്കെ അരിയുന്നേ. വഴുതനങ്ങ വറുത്ത് നോക്കിയാലോ? വറുത്ത് നോക്കാം. വഴുതനങ്ങ വറക്കാനോ? വഴുതനങ്ങ വറുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? അറിയത്തില്ല. വറുത്ത് നോക്കിയാലോ? ഒന്ന് നോക്കിയേക്കാം. ഉണങ്ങിയിട്ട് വറുത്താൽ നല്ലതായിരിക്കും. നമ്മൾ കോവയ്ക്കയും പാവയ്ക്കയും ഉപ്പ് വരട്ടി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ വറക്കാൻ നല്ലതാണ്. നമ്മള് മറ്റേ പാവയ്ക്കായും കോവയ്ക്കായും ഒക്കെ ഉണങ്ങുമല്ലേ എന്ന് പറഞ്ഞ പോലെ വറുത്ത് നോക്കാം അല്ലേ? പക്ഷെ ഇതിപ്പോ ഞാൻ തോരൻ വെക്കാനാ. എല്ലാം ഉപ്പ് വരട്ടിയിട്ട് വെയിൽ വെക്കണമെന്നൊന്നുമില്ല, എന്നിട്ട് എന്നാലോട്ട് ഇട്ടാൽ മതി. പച്ചക്ക് വറക്കാൻ. ഇതെന്തിനാ അമ്മേ? ഇത് ഞാനിപ്പോ തോരൻ വെക്കാൻ അരിയുന്ന വഴുതനങ്ങ തോരൻ കൂട്ടി ചോറിനാണ് ഒരാഗ്രഹം. അതെ അതെ. ഇത് നമ്മുടെ വഴുതനയെന്ന് പറിച്ചതാ. ടേസ്റ്റ് കൂടുതലായിരിക്കും. കുറെ ഉണ്ടായിരുന്നു, ഞാൻ കുറെ പറിച്ച് അച്ചടി കൊടുത്തു വിട്ടു. സാറാമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. വെറുതെ നിന്നേ. ഹിന്ദിക്കാർക്കോ? 3 വഴുതനയുണ്ട്. ഇതൊക്കെ വെച്ച് വേറെ ഡിഷസ് ഒക്കെ ഉണ്ടാക്കും. നമുക്ക് അവരോട് കുറച്ച് റെസിപ്പി ഒക്കെ ചോദിക്കണം അല്ലേ? വഴുതനങ്ങ വെച്ചുണ്ടാക്കുന്നേ. ഒരു കത്രിക്കയാന്ന് തോന്നുന്നു കൂടുതൽ മേടിക്കുന്നത്. അതേന്ന് തോന്നുന്നു. വഴുതനങ്ങയെക്കാളും. നമ്മുടെ ടിപ്പറേ ടെസ്റ്റിംഗ് വർക്കെല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പോകണം. നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണോ? സൂപ്പറാ. ഇവിടെ ചെയ്യിപ്പിച്ചല്ലേ അല്ലായിട്ടില്ലേ? നമുക്ക് കുറച്ച് പണി ഇവിടെ ബാക്കിയുണ്ട്. കുറച്ച് ഹെഡ്ലൈറ്റ് ഒക്കെ മാറാണ്ട്, അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റണം. നിങ്ങൾ ഇവനെ സുന്ദരനാക്കിയിട്ട് നിങ്ങൾ കൊണ്ട് ഇവിടെ ഇട്ടെ. അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല അല്ലേ? കേബിളാ അല്ലേ? കേബിള് കാരണം അങ്ങോട്ട് എടുക്കില്ല. പെയിന്റിന്റെ മണം. പെയിന്റിന്റെ മണം നല്ല സെറ്റ് ചെയ്തെടുക്കണം. ഇതിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കാഞ്ഞിരപ്പള്ളി പൊനുങ്ങോ താർട്ടി ഓഫീസിൽ കൊണ്ടുപോകണം. പേര് മാറിയോണ്ട് അവിടുത്തെ അഡ്രസ്സിലാണ് വന്നേക്കുന്നത്. ആണോ? ടെസ്റ്റിങ്ങിനെ കൊണ്ടുപോകാനോ? അതിനാണോ നീ കളിയാക്കിച്ചിരിക്കുന്നത്? ഞാൻ ഓടിച്ചാൽ ഓടുവല്ലേ? ഓടുവല്ലേ? ഓടും. അമ്മ ഓടിക്കണ്ടേ? നിനക്കൊരു പുച്ഛം. നേരത്തെ ഈ കളർ തന്നെയായിരുന്നോ? കളറൊക്കെ ഇത് തന്നെയായിരുന്നു. കുറച്ചുകൂടെ മഞ്ഞ കളർ കൂടുതലായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഫ്രണ്ടിലും ബാക്കിലും ഉള്ളു മഞ്ഞ അടിച്ചേക്കുന്നത്. ബാക്കി ബ്രൗൺ അങ്ങാക്കിയല്ലേ ഫുള്ള്. കുറെ സാധനം എല്ലാം വാങ്ങിച്ചോണ്ട് വന്നിട്ട് വാ. മുട്ട, നമ്മളെ ചിപ്സ് എല്ലാം ഇട്ട് വെക്കാനായിട്ട് 2 ബോട്ടില് വലുത്. ഞാനിന്ന് ഓർത്തായിരുന്നേ, ആ ചിപ്സേ കുറച്ച് കൂടുതലുണ്ടല്ലോ.
അപ്പൊ അതിനകത്ത് തന്നെ കൊള്ളത്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അതിൽ അന്നേരം തന്നെ ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് അതെ. വന്നു. ചിപ്സ് എല്ലാം ഇനി ചക്കയെല്ലാം മറക്കാകുമ്പോഴത്തേന് ഇതെല്ലാം ഇതിനകത്തെല്ലാം ഇട്ടു വന്നു. കഴുകി ഉണങ്ങി എടുക്കണം നല്ലപോലെ നാളെ. ഉണക്കമീനും ഉണക്ക കപ്പയും മീനും ഉണക്ക കപ്പയും നാളെ രാവിലത്തെ കാപ്പി കൊണ്ടു കേട്ടോ. കാപ്പിക്കുള്ള. ഞാനിവിടെ ഒരു മുട്ട കൊണ്ടു വെച്ചായിരുന്നു, അതെന്തി? അത് മുട്ടയുടെ ആവശ്യക്കാരൻ കൊണ്ടുപോയി. അത് കൊണ്ടുപോയി. കുഞ്ഞിക്കും പോപ്പിക്കും ഒരാഴ്ചത്തേക്കുള്ള കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരാഴ്ചയോ? ഒരു ദിവസം? ഒരാഴ്ചയോ ഒരു ദിവസമോ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരാഴ്ചത്തേക്കാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്ന് പറിച്ചോണ്ടുവന്ന മാങ്ങയെ അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി വെക്കുക. അച്ചാറിട്ടാ നിങ്ങക്ക് വേണ്ടല്ലോ, ഇങ്ങനെയാകുമ്പോ പിന്നെ ചോറിന് കൂട്ടല്ലോ. ഉണ്ടോ? ഇനി ഇന്നലെ ചന്ദ്രഗ്രഹണമായിരുന്നു. ചന്ദ്രനെ കണ്ടോ? നല്ല റൗണ്ടില്, കറക്റ്റ് റൗണ്ടില് കണ്ടോ? ഇപ്പൊ ഇവിടുന്ന് നോക്കിയ ഒരു ചപ്പാത്തിയുടെ അത്ര ഉണ്ടല്ലേ. ഈ തെങ്ങും ചന്ദ്രനെയും കൂടെ കാണുമ്പോഴല്ലോ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പടം വരയ്ക്കും ബുക്കിലൊക്കെ. അപ്പൊ അതിനകത്തെല്ലാം ഈ ചന്ദ്രനും കാണും, തെങ്ങ് കാണും, കാക്ക കാണും. അതുപോലെ ഇരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ദിവസം അവസാനിക്കാൻ പോവുക. വിശ്രമമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നുണ്ടാക്കിയ ചിപ്സാണ് ഇത്. പിന്നെ ശർക്കര വരട്ടി നാളെ ഉണ്ടാക്കണം. ഏത്തയ്ക്കാപ്പൊടി ഉണ്ടാക്കാനുള്ളത് 2 ദിവസം കൊണ്ട് ഉണങ്ങുമായിരിക്കും, നല്ല വെയിലുണ്ട്. നാളെ പോപ്പിക്ക് പരീക്ഷ തുടങ്ങും. പഠിച്ചോ? ഉറപ്പാണോടെ? എന്നാ പിന്നെ നമുക്ക് കിടന്നേക്കാം. ഞങ്ങൾ കിടക്കാം, നീ കുറച്ച് സമയം കൂടി ഇരുന്ന് പഠിച്ചോ. നീ രാവിലെ എണീക്കുമല്ലോ, ഒന്നാമത് തണുപ്പുണ്ട്, രാത്രി നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് എണീക്കുമല്ലോ. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഉറക്കം നല്ലപോലെ വന്നു കഴിയുമ്പോൾ കിടന്നാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്